ഇപ്പോൾ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഒരുപാട് മലയാളി ഏജൻസ് ഇല്ലേ? ഇപ്പോൾ നമ്മുടെ ദുബായ് റിയൽ എസ്റ്റേറ്റിനെ അത് എങ്ങനെയാണ് നമുക്ക് ബാധിക്കുന്നത്? പോസിറ്റീവായിട്ടാണോ നെഗറ്റീവായിട്ടാണോ ബാധിക്കുന്നത്? അത് ദുബായ് റിയൽ എസ്റ്റേറ്റിനെ ഒരുപാട് പോസിറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മലയാളികൾ ഇഷ്ടം പോലെ റിയൽ എസ്റ്റേറ്റിൽ വരുന്നുണ്ട്. നമ്മൾ ഒരുപാട് റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ഉള്ളതുകൊണ്ട് ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് മലയാളികൾക്ക് പറഞ്ഞു കൊടുക്കാനും പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അവരത് അവൈലാക്കുന്നുമുണ്ട്. റിയൽ എസ്റ്റേറ്റ് ഏജൻസിനെ സംബന്ധിച്ചിടത്തോളം ലോങ് ടൈം ക്ലയൻറ്റുമായിട്ട് റിലേഷൻഷിപ്പ് വെക്കുന്നവരെല്ലാം സർവൈവ് ചെയ്ത് പോവുകയും ചെയ്യും. അതുപോലെ തന്നെ ക്ലയൻസ് അതുപോലെ തന്നെ പൈസ ഉണ്ടാക്കുകയും ചെയ്യും. എങ്ങനെയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി റെൻ്റ് ഔട്ടും റീസെയിലും കാര്യങ്ങളെല്ലാം ചെയ്ത് കൊടുക്കുകയും ചെയ്യും. അപ്പോൾ ക്ലയൻറ്റ് പൈസ ഉണ്ടാക്കുകയും ചെയ്യും. സോ ഒരുപാട് മലയാളികൾ ദുബായ് റിയൽ എസ്റ്റേറ്റിൽ വരുന്നതാണ് ഏറ്റവും പോസിറ്റീവായിട്ടുള്ള തിങ്സ്. രണ്ടാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ മറ്റേ പ്രവാസി കൺസെപ്റ്റ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് അത് ചേഞ്ച് ആയി. ഒരുപാട് പേര് ദുബായിൽ തന്നെ സെറ്റിൽ ആവാനുള്ള പ്ലാൻസ് വരും. നമ്മുടെ അമേരിക്ക, US, കാനഡ പോലെയൊക്കെ ഉള്ള സ്ഥലങ്ങളിൽ പോലെ നടക്കുന്ന പോലെ ഇവിടെ അതുപോലെ സെറ്റിൽ ആവാൻ തുടങ്ങും. അതുപോലെ തന്നെ ഇവിടെ തന്നെ യൂണിവേഴ്സിറ്റിയിൽ പോയി ഇവിടെ തന്നെ ഒരുപാട് ജോബ് ഓപ്പർച്യൂണിറ്റീസ് കണ്ടെത്തി ഇവിടെ തന്നെ സെറ്റിലായി താമസിച്ച് പോകാനുള്ള രീതിയിൽ ആയി വരും. അത് ഒരുപാട് റിയൽ എസ്റ്റേറ്റിനെ പോസിറ്റീവായിട്ടാണ് ബാധിക്കുന്നത്. മലയാളികൾ ഇഷ്ടം പോലെ ദുബായിൽ വരുന്നതും ദുബായ് റിയൽ എസ്റ്റേറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതും നമുക്ക് എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളാണ്.